സുജാതയുടെ പുതിയ 1000 വാട്ട്സിൻ്റെ മിക്സർ ഗ്രൈൻഡർ നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നിങ്ങൾ കേട്ട് കാണും. സുജാതയ്ക്ക് ഓൾറെഡി മാർക്കറ്റിലുള്ള 900 വാട്ട്സിൻ്റെ മിക്സർ ഗ്രൈൻഡർ വരെ വളരെ പവർഫുള്ളാണ്. പിന്നെ എന്തിനാണ് ഈ ഒരു 1000 വാട്ട്സിൻ്റെ മിക്സർ ഗ്രൈൻഡർ? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗത്തിന് ഈ ഒരു 900 വാട്ട്സിൻ്റെ മിക്സർ ഗ്രൈൻഡർ തന്നെ ധാരാളമാണ്. ഇനി ഇതിനേക്കാൾ കൂടുതൽ പവർ വേണം, പെർഫോമൻസ് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1000 വാട്ട്സിൻ്റെ മിക്സർ ഗ്രൈൻഡർ എടുക്കുക. രണ്ട് മോഡലും തമ്മിൽ പ്രൈസിൽ വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇനി രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടോർ യൂണിറ്റിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കാഴ്ചയിൽ അറിയാനായിട്ട് സാധിക്കും. വാട്ട്സിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. 900 വാട്ട്സ് എന്നുള്ളത് 1000 വാട്ട്സ് ആയി, 22,000 RPM എന്നുള്ളത് 25,000 RPM ആയി. ഈ ഒരു നോബ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടിക് ടിക്ന്ന് അല്ലെങ്കിൽ ഒരു ചാട്ടം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പുതിയ മോഡലിലേക്ക് വന്നു കഴിയുമ്പോൾ അത് കുറച്ചും കൂടി സ്മൂത്താണ്, വലിയ ആ ഒരു ഡയലാണ് അല്ലെങ്കിൽ നോബാണ് നമുക്ക് ഈ ഒരു മോഡലിൽ വരുന്നത്. പിന്നെ ഈ ഒരു മോഡലിൽ നമുക്കൊരു ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്. പുതിയ മോഡലിൽ യാതൊരുവിധ ഇൻഡിക്കേഷൻ ലൈറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പൾസ് സ്വിച്ച് നമുക്ക് ഈ മോഡലിൽ സെപ്പറേറ്റ് ആണ് വരുന്നത്. ഈ ഒരു മോഡലിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നോബിനോട് ചേർന്ന് തന്നെ സാധാരണ നമ്മൾ കണ്ടുവരാറില്ലേ, ആ സെയിം രീതിയിലാണ് ഈ ഒരു മോഡലിൽ വന്നേക്കണത്. പിന്നെ ഈ ഒരു മോഡലിൽ 900 വാട്ട്സിൽ നമുക്ക് ഹൈ സ്പീഡിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് ഓഫ് ആക്കാനായിട്ട് സാധിക്കും. ഹൈ സ്പീഡിൽ നിന്ന് ഡയറക്റ്റ് നമുക്ക് മിക്സി ഓഫ് ആക്കാനായിട്ട് സാധിക്കും. ഈ ഒരു മോഡലിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഹൈ സ്പീഡിൽ നിന്ന് ഡയറക്റ്റ് മിക്സി ഓഫ് ആക്കാനായിട്ട് സാധിക്കില്ല. പകരം വീണ്ടും നമ്മൾ റിട്ടേൺ വന്നം. ഇത് പറഞ്ഞത് അതൊരു കുഴപ്പമൊന്നുമല്ല. ഈ രണ്ട് മോഡലിലും ഇങ്ങനെയാണ് അതിൻ്റെ വ്യത്യാസങ്ങൾ. ആ നോബിൽ അതിൻ്റെ ആ ഒരു ചെറിയ ഫങ്ഷൻസിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നത്. ഈ ഒരു ജാറിൽ നിന്ന് വെള്ളമൊക്കെ ലീക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ക്ലീൻ ആക്കാനായിട്ട്, ഈ 900 വാട്ട്സിൻ്റെ മിക്സി ക്ലീൻ ആക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ പോയി അത് ക്ലീൻ ആക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ ഒരു മോഡലിലേക്ക് വന്നു കഴിയുമ്പോൾ 1000 വാട്ട്സിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് ക്ലീൻ ആക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ജാറിൻ്റെ വലിപ്പമൊക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു 900 വാട്ട്സ് മിക്സിയിൽ സാധാരണ പറഞ്ഞു വരാനുള്ള ഒരു പ്രശ്നമാണ്, ഇത് മെറ്റൽ ജാറാണല്ലോ വരുന്നത്. അതിൻ്റെ ഈ താഴത്തെ ബേസും മെറ്റലായിരിക്കും വരുന്നത്. ഈ ഒരു മോഡലിൻ്റെ മെറ്റലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പെയിൻറ്റ്, വൈറ്റ് പെയിൻറ്റ് പൊളിഞ്ഞു പോയിട്ട് അത് വളരെ മെനകേട്, കാണാനായിട്ട് വളരെ മെനകേടാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ പലരും പറയാറുണ്ട്. ഇപ്പം നിങ്ങൾ ഈ ഒരു മോഡൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാനായിട്ടും സാധിക്കും. പുതിയ മോഡലിലേക്ക് വന്നു കഴിയുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കില്ല. അതിൻ്റെ ബേസ് അലുമിനിയം ആയിരിക്കും വരുന്നത്. നമുക്ക് ആ പെയിൻറ്റ് പൊളിഞ്ഞു പോണ പ്രശ്നം, ആ ഒരു ഇഷ്യൂ ഈ ഒരു മോഡലിൽ ഉണ്ടായിരിക്കില്ല. പിന്നെ ഈ ഒരു ഹാൻഡിൽ പിടിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കംഫർട്ടാണ് ഈ ഒരു ഹാൻഡിൽ പിടിക്കാനായിട്ട്. കാരണം അത് കുറച്ചും കൂടി വലുതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പിടിക്കാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ഈ ഒരു 1000 വാട്ട്സിൻ്റെ മോഡലിൽ 3 മോഡൽസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. MG01, MG02, MG03. ഈ 3 മോഡലിൻ്റെ മോട്ടോർ യൂണിറ്റ് സെയിം തന്നെയാണ്, സെയിം വാട്ട്സ് ആണ്, സെയിം RPM ആണ്. ജാറുകളും സെയിം തന്നെയായിരിക്കും. 3 മോഡൽ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ജാറുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് മാത്രം. MG01 ഈ ഒരു 3 മോഡൽസിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ മോഡലാണ്. ഈ 3 ജാറുകളിൽ ഒരു ജാറ് ഗ്ലാസ് ജാറായിരിക്കും വരുന്നത്. MG02 ഈ 3 ജാറുകളും സ്റ്റീൽ ജാറായിരിക്കും. MG03 4 ജാറുകളായിരിക്കും വരുന്നത്. അതിൽ 3 ജാറുകൾ സ്റ്റീൽ ജാറായിരിക്കും, ഒരു ജാറ് ഫിൽറ്റർ ജാറായിരിക്കും വരുന്നത്. ഈ ഒരു മോഡലിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നമുക്ക് ഈ ഒരു അരക്കണ ജാറിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഇത്തരത്തിൽ ഓപ്പൺ ആക്കാനായിട്ട് സാധിക്കും. ബാക്കി മുമ്പേ നമ്മൾ കാണിച്ച 2 മോഡലിലും MG01ലും MG02ലും ആ ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ബ്ലാക്ക് കളറിലാണ് നമുക്ക് ഈ 3 മോഡൽസും ലഭിക്കുന്നത്. എന്നാൽ MG02 എന്ന് പറയുന്ന മോഡല് ബ്ലാക്ക് ആൻഡ് റെഡ് കളറിൽ, എന്ന് വെച്ചാൽ പകുതി റെഡും പകുതി ബ്ലാക്ക് ആയിട്ടും നമുക്ക് ആ ഒരു മോഡൽ ലഭിക്കുന്നുണ്ട്. അത് ഫുൾ ബ്ലാക്കും അവൈലബിൾ ആണ്. ബാക്കി എല്ലാ മോഡൽസും ഫുൾ ബ്ലാക്കിലായിരിക്കും. ഈ ഒരു മോട്ടോർ യൂണിറ്റിൻ്റെ കാര്യമാണ് പറയണത് നമുക്ക് ലഭിക്കണത്. 900 വാട്ട്സിൽ ഡൈനാമിക്സ് എന്ന് പറയുന്ന മോഡലിൽ മാത്രം അതിൻ്റെ ആ ഒരു കപ്ലർ മെറ്റലായിരിക്കും വരുന്നത്. ബാക്കി എല്ലാത്തിൻ്റെയും ഫൈബർ ആയിരിക്കും. ഈ 900 വാട്ട്സിൽ 1000 വാട്ട്സിലേക്ക് വന്നു കഴിയുമ്പോൾ ആ ഒരു കപ്ലർ എല്ലാ മോഡൽസിലും ഫൈബർ ആയിരിക്കും. പക്ഷെ നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള കപ്ലറാണ്. പാനസോണിക്കിലൊക്കെ നമ്മൾ കണ്ടുവരാറുള്ള ആ ഒരു വലിയ കപ്ലറാണ് ഈ ഒരു മോഡലിൽ വന്നേക്കണത്. പുതിയ മോഡലിൻ്റെ കൂടെ നമുക്ക് ഇത്തരത്തിലൊരു ആക്സറി നമുക്ക് കിട്ടും. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡോം ജാറിൽ നമുക്ക് എന്തെങ്കിലും ജ്യൂസ് അടിക്കുന്ന സമയത്ത് മുകളിൽ നിന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാനൊക്കെ ആയിട്ട് ഇത് യൂസ് ചെയ്യാം. 2 വർഷമാണ് പ്രൊഡക്റ്റിൻ്റെ ഫുൾ കവറായിട്ടുള്ള വാറണ്ടി വരുന്നത്. ഇനി ഏകദേശം ഒരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ MG01 6000 രൂപ, MG02 7000 രൂപ, MG03 7500 രൂപ. ഏകദേശം ഒരു മാർക്കറ്റ് പ്രൈസ് ആണ് പറഞ്ഞത്. ഇനി 900 വാട്ട്സ് എടുക്കണോ 1000 വാട്ട്സ് എടുക്കണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പ്രൈസിൽ കാര്യമായിട്ട് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഫ്രഷ് ജ്യൂസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 900 വാട്ട്സിൻ്റെ മോഡലിലേ ഉള്ളൂ. 1000 വാട്ട്സിൽ ഫ്രഷ് ജ്യൂസർ നമുക്ക് വരുന്നില്ല. മുമ്പേ സൂചിപ്പിച്ച
പോലെ നിങ്ങളുടെ വീട്ടിലെ ഉപയോഗത്തിന് നമുക്ക് ഈ ഒരു 900 വാട്ട്സ് തന്നെ ധാരാളമാണ്. രണ്ടും ഡബിൾ ബെയറിംഗ് മോട്ടറാണ് വരുന്നത്. എന്നാൽ നമുക്ക് കുറച്ചുകൂടി കൂടുതൽ പവർ വേണം, പെർഫോമൻസ് വേണം, അരക്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ കുറച്ചുകൂടി കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 1000 വാട്ട്സിൻ്റെ മിക്സി എടുക്കുക. അതുപോലെ എന്തെങ്കിലും സെയിൽ ചെയ്യാൻ, ഈ അരപ്പൊക്കെ സെയിൽ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും 1000 വാട്ട്സ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ്. അല്ലാണ്ട് വലിയ പ്രൈസ് റേഞ്ചിൽ വ്യത്യാസങ്ങൾ രണ്ടും തമ്മിൽ വരുന്നില്ല. നോർമൽ ഉപയോഗങ്ങൾക്ക് 900 വാട്ട്സ് തന്നെ ധാരാളമാണ്.